പൈ ഡയഗ്രം. പൈ ഡയഗ്രം വൃത്താകൃതിയാണ്. ഇതിനെ പൈ ചാർട്ട് എന്നും വിളിക്കുന്നു. മൊത്തം ദത്തങ്ങളുടെ ഉപവിഭാഗങ്ങൾക്ക് ആനുപാതികമായി വൃത്തത്തെയും ഉപവിഭാഗങ്ങളായി തരംതിരിക്കുന്നു. ഓരോ ഉപവിഭാഗവും പ്രത്യേകം നിറം നൽകി ആകർഷകമാക്കുന്നു. പട്ടിക 4.9 അനുസരിച്ചുള്ള ഒരു പൈ ഡയഗ്രമാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇനി എപ്രകാരം ഒരു പൈ ഡയഗ്രം വരയ്ക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിന് ആദ്യമേ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്തെന്നാൽ, ഉദാഹരണം സഹിതം വ്യക്തമാക്കുകയാണെങ്കിൽ പട്ടിക 4.9-ൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇനം, ഭക്ഷണം, വസ്ത്രം, വിനോദം, വിദ്യാഭ്യാസം, വാടക, പലവക. അതിന്റെ ചെലവുകൾ രൂപയിൽ കൊടുത്തിട്ടുണ്ട്. 87, 24, 11, 13, 25, 20. അപ്പോൾ ഈ ഒരു ഡേറ്റയെ നമുക്ക് കോണ് അളവിലേക്ക് മാറ്റണം. ഒരു ഉത്തരം എന്ന് പറഞ്ഞ് നമുക്ക് മറ്റൊരു പട്ടികയും കൂടെ കാണാം. അതിനെ, ഈ ചെലവുകളിലെ നമ്മൾ ഒരു കോണ് അളവിലേക്ക് മാറ്റുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നു 173.9 ഡിഗ്രി, 47.9 ഡിഗ്രി, 22.2 ഡിഗ്രി അപ്രകാരം. അപ്പോൾ ആ ഒരു ഡിഗ്രി അളവ് നമ്മൾ പ്രൊട്രാക്ടറിൽ എടുത്തുകൊണ്ടാണ് നമുക്ക് പൈ ഡയഗ്രം വരയ്ക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു പട്ടികയിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? 87ന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 87 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 100 അത് 48.3 എന്ന് ലഭിക്കുന്നു. പിന്നെ അതിനെ കോണ് അളവിലേക്ക് മാറ്റാൻ വേണ്ടി 3.6 കൊണ്ട് ഗുണിക്കുന്നു. അപ്രകാരം ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റെപ്പിനെ നമുക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടൊരു മറ്റൊരു മാർഗം ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നു ഇനം, ഭക്ഷണം, വസ്ത്രം, വിനോദം, വിദ്യാഭ്യാസം, വാടക. ചെലവുകൾ 44, 304, 178, 100, 94. ഈ ഒരു വിവരങ്ങളെ നമുക്ക് എങ്ങനെയാണ് കോണ് അളവിലേക്ക് മാറ്റിയതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ചെലവുകളുടെ ആകെ ടോട്ടലാണ് 720 എന്ന് പറയുന്നത്. ചെലവുകളുടെ ആകെ ടോട്ടലാണ് 720 എന്ന് പറയുന്നത്. 44, 304, 178, 100, 94 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 720. ഇനി എങ്ങനെ കോണളവ് കണ്ടു ശ്രദ്ധിക്കാം. ആ ടോട്ടൽ 720 ശ്രദ്ധിക്കുക. അപ്പോൾ ചെലവ് എന്താണ്? നമുക്ക് ആദ്യമേ ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിക്കാം. ഭക്ഷണത്തിന്റെ ചെലവ് 44 കൊടുത്തിട്ടുള്ളത്. അതിനെ കോണ് അളവിലേക്ക് മാറ്റിയപ്പോഴേക്കും എങ്ങനെയാണ് ഇത് കോണ് അളവിലേക്ക് മാറ്റിയത്? ചെലവുകളുടെ ആദ്യമേ നമ്മൾ 44 എഴുതി, അതേ ഡിവൈഡഡ് ബൈ എന്താണ്? ചെലവുകളുടെ ആകെത്തുക, അതായത് 720 ഇൻറ്റു 360. അതിനെ 360 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 44നെ 720 കൊണ്ട് നമുക്ക് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയിൽ 360 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് കോണ് അളവ്. ഇനി വസ്ത്രം ശ്രദ്ധിക്കാം. 304 ഡിവൈഡഡ് ബൈ ചെലവുകളുടെ ആകെ ടോട്ടലായ 720 ഇൻറ്റു 360. ഈ 360 എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, അത് വൃത്തത്തിന്റെ ആകെ കോണളവാണ് 360. വൃത്തത്തിന്റെ ആകെ കോണളവാണ് 360 ഡിഗ്രി എന്ന് പറയുന്നത്. ബുക്കില് അല്ലെങ്കിൽ പേപ്പറിൽ കോമ്പസ് പെൻസിലും ഇപ്രകാരം അറേഞ്ച് ചെയ്തുകൊണ്ട്, അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും, എങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്രകാരം അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വൃത്തം വരച്ചു നോക്കാം.
അപ്പോൾ വൃത്തത്തിന്റെ നമ്മളെ കോമ്പസ് കുത്തിയ ഒരു ഭാഗമില്ലേ, ഒരു ചെറിയൊരു ഭാഗത്ത് ഒരു അടയാളം വരും. അതായത് നമ്മൾ ഈ ഒരു ഭാഗത്ത് കോമ്പസ് കുത്തിയാണ് നമ്മൾ ഇങ്ങനെ വൃത്തം വരച്ചത്. അപ്പോൾ ആ കോമ്പസ് കുത്തപ്പെട്ട ഭാഗം എന്തെന്നറിയപ്പെടും? കേന്ദ്രബിന്ദു എന്നറിയപ്പെടും. വൃത്തത്തിന്റെ കേന്ദ്രബിന്ദു എന്നറിയപ്പെടും. അത് ഏകദേശം ഈ ഭാഗമാണ്. എനിക്കറിയാം എൻ്റെ ഇമേജ് അങ്ങ് തെളിഞ്ഞിട്ടില്ല, പേന വെച്ച് വരയ്ക്കാനും സാധ്യമല്ല. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ നോക്കിയാൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ഇതാണ് അതിൻ്റെ കേന്ദ്രബിന്ദു. അപ്പോൾ കേന്ദ്രബിന്ദുവിൽ നിന്ന് നമുക്ക് വൃത്തത്തിലേക്ക് ഒരു ആരം വരയ്ക്കണം. ആരം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു രേഖ. ഈ ഒരു കേന്ദ്രബിന്ദുവിന് ഇപ്രകാരം ഒരു രേഖ വരയ്ക്കണം. അത് എവിടെ വേണമെങ്കിലും വരയ്ക്കാം, എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ മുകളിലോട്ട് വരയ്ക്കാം, അതിലൊരു തെറ്റില്ല. അത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് വരയ്ക്കാം. ഞാൻ തൽക്കാലം സൗകര്യത്തിന് ഈ ഒരു ഭാഗത്തേക്ക് വരയ്ക്കുകയാണ്. കേന്ദ്രബിന്ദുവിൽ നിന്ന്, അതായത് കോമ്പസ് ആ കുത്തപ്പെട്ട ഭാഗത്ത് നിന്ന് വൃത്തത്തിലേക്ക് ഒരു രേഖ വരയ്ക്കുന്നത്. അതിനാണ് നമ്മൾ ആരം എന്ന് പറയുന്നത്. ആ ആരത്തിൽ, ആ വൃത്തത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ നമ്മൾ പ്രൊട്രാക്ടറിന്റെ ഈ ഒരു സെന്റർ ഉണ്ടോ, കാണാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഈ കോമ്പസിന്റെ അഗ്രം വെച്ചിരിക്കുന്ന സെന്റർ ആ വൃത്തത്തിന്റെ അഗ്രത്തിൽ നമ്മൾ വെക്കണം. ആ ഒരു വൃത്തത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ വെക്കണം. അത് നമ്മുടെ ആരത്തോട് സമാനമായി അറേഞ്ച് ചെയ്ത് പിടിക്കണം. ശേഷം നമ്മുടെ കഴിഞ്ഞ ഡേറ്റ പ്രകാരം എത്രയായിരുന്നു? ഭക്ഷണത്തിന് 22. നമ്മൾ പുസ്തകത്തിലെ ഡേറ്റ അല്ല ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് അല്ലാതെ കാണിച്ചു തന്നില്ല ഒരു ഇമേജിൽ. ആ ഒരു ഡേറ്റ വെച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചിത്രം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് പ്രകാരം ഭക്ഷണം 44, അപ്പോൾ അതിൻ്റെ കോണളവ് 22 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 22 കോണളവ് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ വലതുവശത്തേക്ക്, നമ്മൾ പ്രൊട്രാക്ടർ ഇങ്ങനെ കേന്ദ്രബിന്ദുവിൽ വെക്കുമ്പോഴേക്കും വലതുവശത്തേക്ക് 10, 20, 30, 40, 50 എന്ന് കാണാം. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. വലതുവശത്തേക്ക് 180, 170, 160, 150 എന്നിങ്ങനെ ഉള്ള പ്രൊട്രാക്ടറും ഉണ്ട്. എൻ്റെ പ്രൊട്രാക്ടർ അപ്രകാരമാണ്, അതിൽ ശ്രദ്ധിക്കരുത്. വലതുവശത്തേക്ക് 10, 20, 30, 40, 50, 60 എന്ന് എഴുതിയ ആ അളവുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അതിൽ 22 രേഖപ്പെടുത്തുക. 22 ഏകദേശം ഇവിടെയായിട്ട് വരും. 20ഉം 2 മില്ലിമീറ്റർ എടുത്താൽ നമുക്ക് 22 ആവും. നമ്മൾ സ്കെയിലൊക്കെ അളവെടുക്കാനൊക്കെ നമ്മൾ സമർത്ഥമായി പഠിച്ചിട്ടുണ്ട്. ബാർ ഡയഗ്രത്തിലും പൈ ഡയഗ്രത്തിലും ഏകദേശം അതുപോലൊക്കെ തന്നെ. അപ്പോൾ നമ്മളൊരു പോയിന്റ് അവിടെ മാർക്ക് ചെയ്യുന്നു. ശേഷം അടുത്ത അളവ് നോക്കുക. അത് വസ്ത്രത്തിൻ്റെയാണ്. 304 കോണളവ് 152. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമുക്ക് രേഖ വരയ്ക്കാം. കേന്ദ്രബിന്ദുവും ആ രേഖയിലും പ്രൊട്രാക്ടറോ അല്ല സ്കെയിലോ ഇപ്രകാരം വെച്ചിട്ട് നേരെ വരച്ചാൽ മതിയാവും. അപ്പോൾ ഇതാണ് 22 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വസ്ത്രമായിരുന്നു. അത് 304. അതിൻ്റെ കോണളവ് 152. അപ്പോൾ 152 നമ്മൾ ഇങ്ങനെ കേന്ദ്രബിന്ദുവും നമ്മളിപ്പോൾ വരച്ച് അവസാനിപ്പിച്ച ഭക്ഷണത്തിൻ്റെ ഒരു പോർഷനില്ലേ, അപ്പോൾ പുതിയൊരു രേഖ നമുക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതാണ് ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു രേഖ. അപ്പോൾ ആ രേഖയിൽ വേണം നമ്മൾ പ്രൊട്രാക്ടർ വെക്കാൻ. വൃത്തത്തിൻ്റെ കേന്ദ്രബിന്ദുവിലായിരിക്കണം പ്രൊട്രാക്ടറിൻ്റെ കേന്ദ്രബിന്ദു. എന്നിട്ട് നമുക്ക് 152 അളന്നെടുക്കാം. 152 അളന്നെടുക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ വലത്തേക്ക് 10, 20, 30, 40 എന്നുള്ള ഡിഗ്രികൾ വേണം ശ്രദ്ധിക്കാൻ. വലത്തേക്ക് 180, 170, 160, 150 എന്ന ഡിഗ്രികൾ ശ്രദ്ധിക്കരുത്. ചില സ്കെയിലുകൾക്ക് അങ്ങനെയുണ്ട്, ചില പ്രൊട്രാക്ടറിന് അപ്രകാരം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 2 അളവ് കാണും ചില പ്രൊട്രാക്ടറിന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ 10, 20, 30, 40 എന്ന് വലത്തേക്കുള്ള അളവ് വേണം നമ്മൾ ശ്രദ്ധിക്കുവാൻ. അപ്പോൾ 152 നമുക്ക് എടുക്കാം. 152 ഇതുണ്ടോ, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110, 150. 152 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. 150 2 മില്ലിമീറ്റർ എടുത്താൽ 152 എന്നിട്ട് അതിനെ നമ്മൾ കേന്ദ്രബിന്ദുവും ആ ബിന്ദുവും ഇവിടെ ഒരുമിച്ച് വൃത്തത്തോട് യോജിപ്പിക്കുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പോർഷൻ ലഭിക്കും. ഇതാണ് ഞാൻ ഇമേജിൽ കാണിച്ച ഡേറ്റ പ്രകാരം വസ്ത്രത്തിൻ്റെ 304 ചിലവ്. അതൊരു കോണളവ് എടുക്കുമ്പോൾ
152. ആ 152 ഡിഗ്രിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്, ഈ ഒരു വലിയ പോർഷൻ. ഇനി എന്താണ് അടുത്ത എത്രയാണ്? അടുത്തത് വിനോദം. വിനോദത്തിന് 178 രൂപ ചിലവാക്കുന്നുണ്ട്. ചിലവാണ് 178 178 178. അതിന്റെ കോണളവ് 89 നമുക്ക് അതെടുക്കാം. 89 കോണളവ് എടുക്കാൻ എനിക്ക് ബുക്കിലല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 89 അല്ലേ? 89 ഏകദേശം ഇത് 80, ഇത് 89 ഇവിടെ വരും. അവ തമ്മിൽ യോജിപ്പിച്ചാൽ മതിയാവും. അങ്ങനെ 89 പിന്നെ ഒരു 50 ഉണ്ട്. അടുത്തത് 50. അപ്പോൾ 50 എനിക്ക് യോജിപ്പിക്കാൻ ഞാൻ യോജിപ്പിച്ചു. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി വരുവേ പഠിതാക്കൾക്ക് കുറച്ചും കൂടെ ഈസി ഉണ്ടാവും, കാരണം ബുക്കിലൊക്കെ വെച്ച് വരയ്ക്കുന്നുണ്ട്. ലാസ്റ്റ് എത്രയാണ്? 47. അത് സ്വാഭാവികമായിട്ടും 47 വന്നുകൂടും. 47 ഉണ്ട്. 40, 45. എനിക്ക് 47 കൃത്യം വന്നിട്ടുണ്ട്. കാരണം കോണ അളവ് എടുക്കുമ്പോഴേക്കും, നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയിൽ കോണളവായിട്ട് എടുക്കുമ്പോഴേക്കും ഇമേജ് പ്രകാരം 22, 182, 89, 50, 47 കോണളവ്. അത് സ്വാഭാവികമായിട്ടും അതിന് ടോട്ടൽ 360 വരുന്നത്. വൃത്തത്തിന്റെ മുഴുവൻ കോണളവ് 360 അതായത് ഇത് 150 ഡിഗ്രിയും, ഓക്കെ, ഇത് ശ്രദ്ധിക്കുക, ഇത് 180 ഡിഗ്രിയും, ഇത് തിരിച്ച് 180. അതായത് അർത്ഥവൃത്തം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഇതൊരു ഈ പ്രൊട്ടാക്ടറുടെ അർത്ഥവൃത്തമാണ്, അത് 180 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ അങ്ങനെ രണ്ട് അർത്ഥവൃത്തങ്ങൾ ചേർന്നാണല്ലോ വൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ 180, 180, 360. അപ്പോൾ നമ്മൾ കോണളവിലേക്ക് ഡേറ്റയെ കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും അതിന്റെ ടോട്ടൽ 360 വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവസാനത്തെ അളവ് നമ്മുടെ ഡേറ്റ പ്രകാരം 47 ലാസ്റ്റത്തെ, അതായത് വാടകയുടെ കോണളവ് 47, അതാണ് ലാസ്റ്റത്തെ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവസാനം കൃത്യമായ അളവ് തന്നെ വന്നുകൊള്ളും. അതായത് നമ്മൾ ഭക്ഷണവും വസ്ത്രവും വിനോദവും വിദ്യാഭ്യാസവും കൃത്യമായി വരച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാടകയുടെ അളവ് നമ്മൾക്ക് കൃത്യമായി അവസാനം ലഭിച്ചുകൊള്ളും. കാരണം എന്താണ്? വൃത്തത്തിന്റെ ആകെ കോണളവ് 360. നമ്മൾ ആ ഇമേജ് പ്രകാരം ഭക്ഷണം, വസ്ത്രം, വിനോദം, വിദ്യാഭ്യാസം, വാടക, അതായത് 22, 152 കോണളവുകളാണ്. കോണളവ് 22, 152, 89, 50, 47 കൂട്ടുമ്പോൾ നമുക്ക് 360 ലഭിക്കുക. അതുകൊണ്ട് ലാസ്റ്റത്തെ നമ്മൾ പോർഷൻ അത് കൃത്യമായി ആ അളവ് വന്നുകൊള്ളും. പിന്നെ നമ്മൾ അതിനെ ഓരോന്നിനെ വൃത്തിയായി ഷെയ്ഡ് ചെയ്ത് വ്യത്യാസപ്പെടുത്തുക. അപ്പോൾ ഒരു പൈഡാഗ്രത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? കോമ്പസും പെൻസിലും ഇപ്രകാരം അറേഞ്ച് ചെയ്തുകൊണ്ട് കോമ്പസും പെൻസിലും ഉപയോഗിച്ച് നമ്മളൊരു വൃത്തം വരച്ചു അല്ലെ? ഇപ്രകാരം ഒരു വൃത്തം വരയ്ക്കുന്നു. ഓക്കെ, ക്ലിയർ? അതിനുശേഷം നമ്മൾ ആ കോമ്പസ് വെച്ച ആ ഭാഗത്ത് നിന്ന് ഒരു അടയാളം ഉണ്ടാവുമല്ലോ. ആ അടയാളത്തിൽ നിന്ന് ഇതിൻ്റെ ഏകദേശം ഈ പോർഷൻ, ഓക്കെ, ഈ ഒരു പോർഷനിൽ ഒരു അടയാളം ഉണ്ടാകുന്നു. അവിടെ നിന്ന് നമ്മളൊരു ആരം വരയ്ക്കുന്നു. അത് വൃത്തത്തിന്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും വരയ്ക്കാം. പക്ഷെ ഞാൻ ഈ ഒരു പോർഷനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ പൊട്ടാക്ടറിന്റെ ആ ഒരു വശം വെച്ചോ അല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചോ ആരം നമുക്ക് വൃത്തത്തിലേക്ക് യോജിപ്പിക്കാം. അതായത് ഈ കോമ്പസ് വെച്ച ഭാഗത്ത് നിന്ന് വൃത്തത്തിലേക്ക് ഒരു രേഖ വരയ്ക്കുന്നു. അതാണ് ആരം എന്ന് പറയുന്നത്. ആ രേഖ എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം, അതിൽ കുഴപ്പമില്ല. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ഡേറ്റയിലേക്ക് നോക്കുന്നു. ആ ഡേറ്റയെ കോണളവിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഡേറ്റയിലേക്ക് വീണ്ടും നോക്കുന്നു. തന്നിരിക്കുന്ന ഡേറ്റ പ്രകാരം ഭക്ഷണം, വസ്ത്രം, വിനോദം, വിദ്യാഭ്യാസം, വാടക, അത് 44, 304, 178, 100, 94. അതിന്റെ കോണളവ് 22, 152, 89, 50, 47 ഇപ്രകാരം പോകുന്നു. അപ്പോൾ ആദ്യത്തെ ഭക്ഷണമാണ്. അതിന്റെ ചെലവ് 44 അതിന്റെ കോണളവ് 22 എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 22 ഡിഗ്രി നമ്മൾ ഈ പൈഡാഗ്രത്തിൽ നമുക്ക് അളന്നെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പൊട്ടാക്ടറിന്റെ കേന്ദ്രബിന്ദു ഈ ഭാഗം, ഈ കോമ്പസിന്റെ അഗ്രഭാഗം ഞാൻ കാണിക്കുന്ന ആ ഒരു പോർഷനില്ലേ, ഉണ്ടോ, ആ ഒരു ഭാഗമാണ് പൊട്ടാക്ടറിന്റെ കേന്ദ്രബിന്ദു. അതും വൃത്തത്തിന്റെ കേന്ദ്രബിന്ദുവും തമ്മിൽ ഒരുപോലെ വരത്തക്ക വേണം നമ്മൾ പൊട്ടാക്ടർ അറേഞ്ച് ചെയ്ത് പിടിക്കണം.
അതുപോലെ തന്നെ ആരത്തിന് സമാനവുമായിരിക്കണം നമ്മൾ പ്രൊട്ടാക്ടർ പിടിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ 22 ഡിഗ്രി അളന്നെടുക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക, വലത്തേക്ക് 10, 20, 30, 40 എന്നുള്ള അളവ് വേണം നമ്മൾ എടുക്കാൻ. ചില പ്രൊട്ടാക്ടറിന് വലത്തേക്ക് 180, 170, 160 എന്നിങ്ങനെ അളവുകളുണ്ട്. അത് നമ്മൾ കണക്കാക്കണ്ട. നമുക്ക് വലത്തേക്ക് 10, 20, 30 എന്നുള്ള അളവ് വേണം എടുക്കാൻ. അതിൽ നമ്മൾ 22 അളന്നെടുക്കുന്നു. 22 നമ്മളൊരു ബിന്ദു ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. എന്നിട്ട് കേന്ദ്ര ബിന്ദുവും ആ ബിന്ദുവും ഒരുപോലെ വരത്തക്ക വണ്ണം വൃത്തത്തിലേക്ക് ഒരു രേഖ നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം പുതുതായിട്ട് രൂപപ്പെട്ട ആ രേഖയിൽ നിന്ന് വേണം നമ്മൾ അടുത്ത അളവെടുക്കാൻ. അതായത് അടുത്തത് വസ്ത്രമാണ്, അത് 304 ആണ്, അതിന്റെ കോണളവ് 152 ആണ്. അത് നമുക്ക് വൃത്തത്തിന്റെ കേന്ദ്രബിന്ദുവും പൊട്ടാക്ടറിന്റെ കേന്ദ്രബിന്ദുവും ഒരുപോലെ വരത്തക്ക വണ്ണം പ്ലസ് എന്താണ് പുതിയ രേഖയോട് സമാനമായി പൊട്ടാക്ടർ പിടിക്കുകയും വേണം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എത്ര ഡിഗ്രി അളന്നെടുക്കണം? 152. 152 ഏകദേശം ഈ ഒരു ഭാഗത്ത് വരും. അവിടെ നമ്മളൊരു ബിന്ദു രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ആ ബിന്ദുവും വൃത്തത്തിന്റെ കേന്ദ്രബിന്ദുവും സമാനമായി വരത്തക്ക വണ്ണം നമ്മൾ വൃത്തത്തിലേക്ക് ഒരു രേഖ വരയ്ക്കുന്നു. അങ്ങനെ അത് 152 ആയി. പിന്നെ 89, 50, 47 അപ്രകാരം നമ്മൾ അളന്നെടുക്കുന്നു. എന്നിട്ട് നമ്മൾ പ്രത്യേകം ഷെയ്ഡ് ചെയ്യണം. ഇപ്പൊ ഈ ഒരു പോർഷൻ ഇങ്ങനെയൊക്കെ ഷെയ്ഡ് ചെയ്ത് നമുക്ക് വ്യത്യാസപ്പെടുത്താം. എന്നിട്ട് നമ്മളിവിടെ കാണിക്കണം. നമ്മൾ സിമ്പിൾ ഡയഗ്രാമൊക്കെ കാണിച്ച് അവിടെയൊക്കെ ബോക്സ് കൊടുത്ത് കാണിച്ചില്ലേ, സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ലേ. എന്നിട്ട് ഇത് എന്തിൻ്റെയാണ്? ഭക്ഷണത്തിൻ്റെയാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കണം. അതൊക്കെ ജസ്റ്റ് ഇവിടെ ഇങ്ങനത്തെ നമുക്കൊരു ജസ്റ്റ് പോയിന്റുകൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇതിനെ വ്യത്യാസപ്പെടുത്താം. എന്നിട്ട് അത് എന്തിൻ്റെയെന്ന് നമ്മളിവിടെ സൂചിപ്പിച്ചേക്കണം. അതെന്തിൻ്റെയാണ്? വസ്ത്രത്തിൻ്റെയാണ് എന്നിങ്ങനെ സൂചിപ്പിക്കണം. ഇങ്ങനെ നമ്മൾ വ്യത്യസ്തമായി ഷെയ്ഡ് ചെയ്തുകൊണ്ട് കളർ ചെയ്തുകൊണ്ട് നമുക്ക് ഇനങ്ങളെ വേർതിരിച്ച് പൈ ഡയഗ്രത്തിൽ അവതരിപ്പിക്കാൻ കഴിയും. ഇനി നമ്മുടെ പുസ്തകത്തിലെ പൈ ഡയഗ്രത്തിന്റെ ഡേറ്റ നമുക്ക് നോക്കാം. പുസ്തകത്തിലെ പട്ടിക 4.9 പ്രകാരം ഭക്ഷണം 87, വസ്ത്രം 24, വിനോദം 11 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമ്മൾ കോൺ അളവിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ കോൺ അളവിലേക്ക് മാറ്റുന്നതിന് 1-2 സ്റ്റെപ്പ് കൂടുതലാണ് ഇവിടെ ഈ ഒരു പുസ്തകം പ്രകാരം. പക്ഷെ അതിന് നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ഉപയോഗിക്കാം, പഠിതാക്കൾക്ക് ഈ ഒരു മാർഗം വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഞാൻ തന്നിട്ടുള്ള ഒരു സിമ്പിളായ ഒരു മാർഗമാണ് തന്നിരിക്കുന്ന ഡേറ്റയിൽ കോണ് അളവിലേക്ക് മാറ്റുന്നതിന് ഞാൻ പഠിതാക്കൾക്ക് തന്നിട്ടുള്ള സിമ്പിളായ ഒരു മാർഗമാണ്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുസ്തകത്തിൽ കാണുന്ന ഈ ഒരു മാർഗം വേണമെങ്കിൽ പഠിതാക്കൾക്ക് ഏതാണെന്ന് വെച്ചാൽ സൗകര്യം അത് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് കോണളവിലേക്ക് മാറ്റിയ അളവ് ഇവിടെ തന്നിട്ടുണ്ട്. 129.9 അപ്രകാരം 40 വരെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പൈ ഡയഗ്രത്തിലേക്ക് മാറ്റിയ ഒരു ചിത്രമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കണ്ടോ, ഓരോ പോർഷനെയും തിരിച്ച് ആദ്യത്തേത് ഫുഡായിരുന്നു, അത് 87 ആയിരുന്നു അതിനു വേണ്ടിയുള്ള ചെലവ്. അത് കോണളവിലേക്ക് മാറ്റിയപ്പോഴേക്കും 173.9 ഡിഗ്രി ആയി. ആ 179.9 ഡിഗ്രിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നീല കളറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യം വൃത്തം വരച്ചിട്ട് അത് നമ്മൾ ഇങ്ങനെ വൃത്തം വരച്ചിട്ട് ആരം ഈ ഒരു കേന്ദ്രബിന്ദു ആരം ഇങ്ങോട്ടാണ് വരച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഫുഡ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ ആരം ഇങ്ങോട്ട് പോലെ വരയ്ക്കുന്നെങ്കിൽ ഇവിടുന്ന് നമ്മൾ 172 ഡിഗ്രി എടുക്കുകയുള്ളൂ. എത്രയായിരുന്നു ഡിഗ്രി? 173 ഡിഗ്രി. ഓക്കെ, 173 ഡിഗ്രി. ഡിഗ്രി ഈ ഭാഗത്തേക്ക് വന്നതാണ്. ഇവിടെ ആരം എടുക്കുന്നെങ്കിൽ 173 ഡിഗ്രി ഏകദേശം ഈ ഭാഗത്ത് കവർ ചെയ്ത് പോയാൽ. ഇപ്പോൾ നമ്മൾ പുസ്തകത്തില് ആരം എടുത്തിട്ടുള്ളത് ഇവിടെയാണ്, ആദ്യത്തെ ആരം. അതുകൊണ്ടാണ് 173 ഡിഗ്രി ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. ആരം എവിടെ വേണമെങ്കിലും എടുക്കാം, എങ്ങോട്ട് വേണമെങ്കിലും ആദ്യത്തെ ആരം നമുക്ക് വരയ്ക്കാം. അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന കോണളവ് പ്രകാരം ഡേറ്റ പ്രൊട്രാക്ടർ വെച്ച് അളന്നെടുത്ത് വരച്ച് പോകാം. താങ്ക് യു.